എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, മുഖ്യമന്ത്രിയുടെ 1000 രൂപ ധനസഹായ പദ്ധതിയുടെ 2 ഇൻസ്റ്റാൾമെന്റുകൾ കഴിഞ്ഞ ദിവസം മുതൽ വിതരണം ആരംഭിച്ചു. നമ്മുടെ സംസ്ഥാനത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ലഭിക്കുന്ന കണക്ട് ടു സ്കോളർഷിപ്പ് പദ്ധതിയുടെ 2 ഇൻസ്റ്റാൾമെന്റുകൾ വരെയാണ് കഴിഞ്ഞ ദിവസം മുതൽ വിതരണം ആരംഭിച്ചത്. മാർച്ച് മാസം 7-ാം തീയതിക്ക് മുമ്പ് അപ്രൂവ് ആയവർക്കും ഓരോ ഗഡു ലഭിച്ചവർക്കും എല്ലാം അടുത്ത ഇൻസ്റ്റാൾമെന്റുകളായി 2 ഗഡുക്കൾ എത്തിച്ചേരും. 8-ാം തീയതി ആയപ്പോഴത്തേക്കും അതിനുശേഷം ഫെബ്രുവരി മാസത്തിന്റെ 2ാമത്തെ ആഴ്ച മുതൽ അപ്രൂവൽ ആയവർക്കുള്ള ധനസഹായ വിതരണവും ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായി 30,000 പേരുടെ അപേക്ഷകൾ ഇപ്പോൾ അപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. വെരിഫിക്കേഷന്റെ പല ഘട്ടങ്ങളിലാണ്. അവർക്കെല്ലാം അടുത്ത ഗഡു മുതൽ അർഹതയുണ്ടായിരിക്കും. 1 വർഷത്തേക്കുള്ള സാമ്പത്തിക ധനസഹായം, അതായത് 12 മാസത്തേക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുക എന്നതാണ് കണക്ട് വർക്ക് പദ്ധതിയുടെ ലക്ഷ്യം. 1 ലക്ഷത്തോളം അപേക്ഷകരാണ് നിലവിലുള്ളത്. എന്നാൽ 5 ലക്ഷം പേർക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അപേക്ഷകൾ അവസാനിച്ചിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്തിലെ +2 അല്ലെങ്കിൽ ഡിഗ്രി, PG വിദ്യാഭ്യാസ യോഗ്യതയുള്ള വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ, അതോടൊപ്പം തന്നെ നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവർ, അതുമാത്രമല്ല സ്വകാര്യ മേഖലയിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലിക്കായി തയ്യാറെടുക്കുന്നവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാം. അതുമായി ബന്ധപ്പെട്ട രേഖകൾ, അതായത് വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കൺഫർമേഷൻ സ്ലിപ്പുകൾ പോലുള്ള കാര്യങ്ങൾ പ്രധാന ഡോക്യുമെന്റുകളാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കാം. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. 2ാമത്തെ പ്രധാന അറിയിപ്പ്, സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ ഏപ്രിൽ മാസത്തെ ഗഡു വിതരണത്തിലുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. സർക്കാർ ഇതിനുമായി ബന്ധപ്പെട്ട അടുത്ത ഇൻസ്റ്റാൾമെന്റ് വിതരണം ചെയ്യാനുള്ള പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കി. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് വിതരണം നടക്കുക. ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. വളരെ വൈകാതെ തന്നെ വരും ദിവസങ്ങളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ തുക ക്രെഡിറ്റ് ആവും. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കാൻ പെൻഷൻ വെബ്സൈറ്റ് ആയ സേവന പെൻഷൻ ഉപയോഗിച്ചാൽ മതി. 2 മാസത്തെ ഇൻസ്റ്റാൾമെന്റ് നിലവിൽ ലഭിച്ചതായി കാണാൻ സാധിക്കും. ഫെബ്രുവരിയുടെയും മാർച്ചിന്റെയും ഇനി ഏപ്രിൽ മാസത്തെ തുകയാണ് വിതരണം ചെയ്യാനുള്ളത്. അവസാനമായി അപ്രൂവ് ലഭിച്ചവർക്കാണ് തുക ക്രെഡിറ്റ് ആകുക. പെൻഷൻ ID, ആധാർ നമ്പർ അല്ലെങ്കിൽ കേസ്മാർഡിന്റെ ഫയൽ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാം. ഏത് അക്കൗണ്ടിലേക്ക് ഇപ്പോൾ തുക ക്രെഡിറ്റ് ആയി എന്നുള്ള വിവരം ലഭിക്കും. കൂടാതെ DBT സ്റ്റാറ്റസിൽ അടുത്ത ഗഡു വിതരണത്തിലുള്ള തയ്യാറെടുപ്പുകളും കാണാൻ സാധിക്കുന്നതാണ്. 3ാമത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. മെയ് മാസത്തെ ഗഡുവും, അതായത് മെയ് മാസം ലഭിക്കേണ്ട റേഷൻ വിഹിതവും ഇപ്രാവശ്യം മുൻകൂറായി വാങ്ങാനായിട്ട് സാധിക്കും. എല്ലാ റേഷൻ കാർഡുകൾക്കും മുമ്പ് 1 മാസത്തെ വിഹിതമായി 30 കിലോ അരി ലഭിച്ചിരുന്നു. എന്നാൽ 2 മാസത്തെ ഗഡുക്കൾ മുൻകൂറായി വാങ്ങുമ്പോൾ 60 കിലോ അരി വരെ ലഭിക്കും. ഇതുപോലെ മറ്റ് ആനുകൂല്യങ്ങളും ഇരട്ടിയായിട്ട് ലഭിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. ഇനിയും ഇതുപോലുള്ള ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.